പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിസ്റ്റുകാർക്ക്, CPM-കാർക്ക് ചുവന്ന കൊടി കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് സ്വർണമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിവിടെ പറയാൻ കാരണം, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കണ്ടു. പല വിധത്തിലുള്ള മൾട്ടി ഫേസഡ് ഓപ്പറേഷൻസ് ആയിരുന്നു ശബരിമലയിൽ അയ്യപ്പന്റെ വകയായിട്ടുള്ള എല്ലാ സ്വർണവും പല രീതിയിലും കൂടെ അടിച്ചു മാറ്റി. അത് കഴിഞ്ഞ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ KSFE-യുടെ സർക്കാരിന്റെ ധനകാര്യ സ്ഥാപനത്തില് പല തവണയായിട്ട് സ്വർണം എന്ന പേരിൽ വ്യാജ മുക്കുപണ്ടം പണയം വെച്ച്, ഈ പണയം വെച്ചതെല്ലാം സർക്കാരിന്റെ ഇലക്ഷൻ തുടങ്ങിയ സമയത്തും ഈ സർക്കാർ പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പുമായിരുന്നു ഈ സ്വർണ്ണ പണയങ്ങളിലെ കൂടുതലും സംഭവിച്ചത്. ലിപ്സൺ എന്ന ഒരു വ്യക്തി ഏകദേശം 11,55,000-ഓളം രൂപയുടെ സ്വർണമാണ് ഏകദേശം 6 തവണയായിട്ട് ഈ KSFE-യുടെ നെയ്യാറ്റിൻകര മെയിൻ ബ്രാഞ്ചിൽ പണയം വെച്ച് രൂപ കൈക്കലാക്കി. ഇദ്ദേഹത്തിന്റെ ഭാര്യ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തെ എന്തായാലും ഈ സ്വർണത്തിന്റെ പേരിൽ പൈസ കട്ടതോടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ സഹാക്കന്മാർക്കും പെട്ടെന്ന് നെഞ്ചുവേദനയും തളർച്ചയും അറ്റാക്കും BP എല്ലാം ഒരുമിച്ചു. അദ്ദേഹത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ കാരക്കോണത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജായ CSI മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ച് സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇത്. മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട അപ്രൈസർ മുത്തു എന്ന് പറയുന്ന അപ്രൈസർ ഒളിവിലുമുണ്ട്. എന്തായാലും ഈ അപ്രൈസർ അറിയാതെ ഈ വ്യാജ സ്വർണ്ണ ഇടപാടുകളൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരു കൂട്ടായ പ്രയത്നമാണ്. ലിപ്സൺ എന്ന് പറയുന്ന സഖാവും മുത്തു എന്ന് പറയുന്ന അപ്രൈസറും തീർച്ചയായിട്ടും ബാങ്കിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും KSFE-യിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഈ പകൽ കൊള്ള നടന്നിരിക്കുന്നത്. എന്തായാലും ചെന്നിത്തലയുടെ പോലീസ് ഇക്കാര്യത്തിൽ വേണ്ട അന്വേഷണം നടത്തി കൃത്യമായ നടപടികൾ എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നന്ദി, നമസ്കാരം.